സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് 2019 ആയപ്പോഴത്തേക്കും ചെമ്പ് പാളിയായിട്ട് മാറിയത്. ഈ ചെമ്പ് പാളി എന്ന് ദേവസ്വം ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് തന്നെയാണ്. അതിന്റെ തെളിവും പുറത്തു വന്നിട്ടുണ്ട്. ഈ ചെമ്പ് പാളിയിൽ സ്വർണം പൊതിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ അനുമതി നൽകിയ ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഉത്തരവൊക്കെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കാരണം അഴിച്ചെടുത്ത് 1 മാസം കഴിഞ്ഞാണ് ദ്വാരപാലക പാളി അത് ചെന്നൈയിൽ പോലും എത്തിച്ചത്. അവിടെ താൻ കണ്ടത് ചെമ്പായിരുന്നുവെന്നും അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായ RG രാധാകൃഷ്ണനാണ് മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. 1998 വ്യവസായി വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞപ്പോൾ 2 ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞിരുന്നു. വിജയ് മല്യ തന്നെയാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ 2019 ആയപ്പോൾ സ്വർണം ചെമ്പായി മാറിയോ? അതോ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ചെമ്പാക്കിയോ? അട്ടിമറി സംശയിപ്പിക്കുകയാണ്. എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന 2019 ബോർഡ് ഇറക്കിയ ഉത്തരവാണിത്. 1998 വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി ഇറക്കിയ ഉത്തരവ്. ഇതിൽ പറയുന്നു ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പ് പാളിയാണെന്ന്. അതിൽ സ്വർണം പൂശുന്നതിനായി ഇപ്പോഴത്തെ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നതിന് മാത്രമല്ല, ശില്പത്തിലെ പാളി അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിന് കൂടിയാണ് ദേവസ്വം ബോർഡ് 2019 ഈ ഉത്തരവിറക്കിയത്. ഒരിക്കൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം സ്വർണം പൂശാനുള്ള ഉത്തരവ് തന്നെ ദുരൂഹമാണ്, പിന്നെ നിയമവിരുദ്ധവും. അന്ന് സ്വർണം പൂശലിന് മേൽനോട്ടം വഹിച്ച തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നു. ജൂലൈ 19-20 കൊണ്ടുപോയെങ്കിൽ ഏകദേശം അടുത്ത 29 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1 മാസം അടുപ്പിച്ചുള്ള കാലയളവിൽ ഇത് സാധനം എവിടെ പോയെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നിങ്ങൾ ഇത്രാം തീയതി അഴിച്ചു കൊടുത്തു എന്ന് പറയുന്നു, പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു? പക്ഷെ അതിനുള്ള ആധികാരിക രേഖകളൊന്നും നമ്മളതിലില്ല. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളി 2019 ജൂലൈ 5 ദേവസ്വം ബോർഡ് ഉത്തരവ് പ്രകാരം ചെമ്പ് പാളിയാക്കി. അതിനുശേഷമാണ് പൗരാണിക ആത്മീയ മൂല്യമുള്ള പാളി അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. അത് സ്വർണം പൂശാൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് 1 മാസം കഴിഞ്ഞാണെന്ന് ദൃക്സാക്ഷി കൂടിയായ RG രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നു. സ്വർണം പൂശ ചെമ്പ് പാളി എന്ന് അതിൽ പറയുന്നില്ലേ? ഇല്ല, അതിനകത്ത് ചെമ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചെമ്പ് പാളികളെന്ന് മാത്രമാണ് പറയുന്നത്. വിജയ് മല്യയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. 1999 ചെയ്തതെന്ന് പറയുന്നു. ഇത് അവിടെ വെച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ചെമ്പെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത ഒരു സാധനം ചെമ്പായിട്ട് തന്നെ ഓർഡർ കൊടുത്തു. ബോർഡ് ചെമ്പുപാളി എന്ന് ഉത്തരവിൽ വിശദീകരിച്ച പോലെ തിരുവാഭരണം കമ്മീഷണറും ചെന്നൈയിൽ കണ്ടത് ചെമ്പുപാളി തന്നെ. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച ചെമ്പുപാളിയിൽ 49 പവൻ സ്വർണം പൂശി അളന്ന് മഹസറിൽ രേഖപ്പെടുത്തി തിരിച്ചെത്തിച്ചെന്ന് RG രാധാകൃഷ്ണൻ പറയുന്നു. ദ്വാരപാലക ശില്പത്തിലെ പാളി അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് RG രാധാകൃഷ്ണന്റെ മുൻഗാമി തിരുവാഭരണം കമ്മീഷണറായിരുന്ന 2019 ജൂലൈയിലാണ്. അതിനാൽ വിജയ് മല്യ സമർപ്പിച്ച സ്വർണം ചെമ്പായോ എന്നതിനടക്കം അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വവും തിരുവാഭരണവും കമ്മീഷണറും എല്ലാം മറുപടി പറയേണ്ടി വരും. 1998 മല്യ ദ്വാരപാലക ശില്പത്തിനും സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് ഒരു സംശയവുമില്ല. അതിനാൽ തന്നെ അന്വേഷണം നടത്തേണ്ടി വരും. അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വവും അന്നത്തെ തിരുവാഭരണം കമ്മീഷണറും എല്ലാം തന്നെ ഉത്തരം പറയേണ്ടി വരും. അപ്പം ആ മാസത്തിനകത്ത് പുള്ളി പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പുള്ളിയുടെ പ്രസൻസിലാണോ ഇത് ചെയ്തത്, പുള്ളി ഒപ്പിട്ടിട്ടുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ കൊടുത്ത ബോർഡ് ഉൾപ്പെടെ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.